കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. 18-ാം വാക്യത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് സകല സത്യത്തിലും, 13-ാം വാക്യം, സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ദുഃഖം മാറി സന്തോഷം വരുത്തും. ഇതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഇതിൽ 20-ാമത്തെ വാക്യം മുതൽ ഇങ്ങോട്ട് വായിക്കുന്നത് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ദുഃഖിക്കും, ലോകം സന്തോഷിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഇതാണ് ഇവിടുത്തെ 20-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അല്ലേ? എന്താണ് സന്തോഷം, അല്ലേ? നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും ഈ കാലത്ത് അപൂർണമായി നിൽക്കുന്ന ഒരു വിഷയമാണ് സന്തോഷം വരിക എന്നുള്ളത്. ഇന്ന് നമ്മൾ പൊതുവെ നമ്മുടെ ആൾക്കാരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റ്സ് കൂടുതലാണ്, വിദ്യാസമ്പന്നർ കൂടുതലാണ്. മിക്കവാറും ഒരു 90% ആൾക്കാരുടെ ഇടയിലും നല്ല ജോലികൾ ഉള്ളവരാണ്, നല്ല വീടുള്ളവരാണ്, നല്ല വാഹനങ്ങളുള്ളവരാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്, മക്കൾ നല്ല വിദ്യാഭ്യാസം ചെയ്യുന്നവരാണ്. സാമ്പത്തിക ചുറ്റുപാടുകൾ പലപ്പോഴും ഈ ഒരു പറഞ്ഞ 90% പേരിലും ഭദ്രതയുള്ളവരാണ്. പക്ഷേ നമ്മൾ പലയിടങ്ങളിലേക്ക് നോക്കിയേ, ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും കുടുംബത്തിനകത്ത് സന്തോഷമില്ല, സമാധാനം നഷ്ടപ്പെടുന്നു, അനൈക്യങ്ങൾ വരുന്നു. ഇതൊക്കെ സംഭവിക്കില്ല. എന്താ കാരണം? പൈസയുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്, സഞ്ചരിക്കാൻ നല്ല വാഹനങ്ങളുണ്ട്, പാർക്കുവാൻ നല്ല വീടുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും അസമാധാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതിന് കാരണം? ഇതിൻ്റെ പ്രധാന കാരണം കർത്താവില്ലായ്മയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ്, ഇല്ലെങ്കിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നഷ്ടപ്പെടുമ്പോൾ ഇതൊരു സാധ്യതയായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട്. ഇനി വിശ്വാസികളായിരിക്കുന്നവരുടെ തന്നെ ഒരു മീൻസ് നമ്മൾ പുതിയ നിയമ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവസഭയിലെ അംഗമായിരുന്നിട്ടും ആ സന്തോഷം ഭൗതിക തലത്തിലോ ആത്മീക മേഖലയിലോ സന്തോഷം നഷ്ടപ്പെടുന്ന തലങ്ങളിലേക്ക് വരുന്നുവെങ്കിലും ഇവിടെയും ശ്രദ്ധിക്കപ്പെടും. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം? ദൈവത്തിങ്കലുള്ള ആശ്രയം കുറയുന്നു. ദൈവത്തെ മുൻനിർത്തിയുള്ള ജീവിതം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇതൊക്കെയാണ് പലപ്പോഴും സന്തോഷം പൂർണ്ണമാകാത്തതിന് കാരണം. എന്നാൽ ഇവിടെ പറയുന്നു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായ ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നിശ്ചയമായി നിങ്ങളുടെ ദുഃഖം മാറി എന്ത് ചെയ്യും? സന്തോഷമായി തീരും. എങ്ങനത്തെ സന്തോഷം? പൂർണ്ണമായ സന്തോഷം. അതാണ് യോഹന്നാൻ 16:24 പറയുന്നത്. നിങ്ങൾ ഇന്നു വരെ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം എൻ്റെ അർത്ഥം എന്നതാ? നമ്മൾ അപേക്ഷിച്ചാൽ, സന്തോഷത്തിന് കാരണമായ വിഷയങ്ങളെ നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ, ആ പറയുന്ന വിഷയത്തിനകത്ത് നമ്മുടെ സന്തോഷം പൂർണ്ണമാകും വിധത്തിൽ അത് നമുക്ക് നൽകിത്തരാൻ ദൈവ ശക്തനാണ്. അതുകൊണ്ട് ഭാരപ്പെടാതെ, അധൈര്യപ്പെട്ടു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവ് എനിക്ക് അവിടുത്തെ സന്തോഷത്തെ, ഭൗതിക ആത്മീയ സന്തോഷത്തെ അനുഭവിപ്പാൻ, അപ്പോൾ തന്നെ കുടുംബജീവിതത്തിനകത്തോ തലമുറകളുമായി ബന്ധപ്പെട്ടോ ജോലി മേഖലയിലോ സ്തോത്ര വിശ്വാസ ജീവിതത്തിലോ തലമുറകളുമായി ബന്ധപ്പെട്ടോ ഭാവി തലങ്ങളിലോ സാമ്പത്തിക വിഷയങ്ങളിലോ ഒക്കെ പരിപൂർണമായൊരു സന്തോഷം ലഭിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നത് വരെ കർത്താവ് തരാൻ ദൈവം വിശ്വസ്തനാണ്. പ്രാർത്ഥനയിൽ തുടരുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഏതെങ്കിലും വിഷയങ്ങളെ പ്രതി സന്തോഷം പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ കർത്താവ് സഹായിക്കണം. അവരുടെ അസന്തോഷത്തിന്, ദുഃഖത്തിന് കാരണമായ വിഷയങ്ങളെ അവിടുന്ന് പരിഹരിച്ചുകൊണ്ട് അതിന് കാരണമായ തലങ്ങളെ ദൈവം ക്രമീകരിച്ച് ഒരു സന്തോഷത്തെ അവിടുത്തെ മക്കളുടെ ജീവിതത്തിനകത്തേക്ക് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.